ആദ്യം ശ്രീ മോഹൻ വർഗീസ്, എന്തായാലും ഈ രാഷ്ട്രീയ നാടകത്തിന് ഉടൻ തന്നെ അറുതി വരുത്തുവാൻ ബി.ജെ.പിക്ക് കഴിയും. കാരണം അവിടെ ബി.ജെ.പിക്ക് അത്രയും മികച്ച ഭൂരിപക്ഷം കിട്ടിയിട്ടുണ്ട്. ഒറ്റയ്ക്കില്ലെങ്കിലും ഒറ്റയ്ക്കുള്ള ഭൂരിപക്ഷത്തിൽ നിന്ന് ഏതാനും സീറ്റുകൾ മാത്രമേ അകലെയുള്ളൂ. മാത്രമല്ല അജിത് പവാർ NCP ബി.ജെ.പിക്കൊപ്പം ഉറച്ചു നിൽക്കുകയുമാണ്. ഷിൻഡെയുടെ ഈ വിലപേശൽ അതിന് അധികം ആയുസ് ഉണ്ടാകുമോ? ഒട്ടും ആയുസ് ഉണ്ടാകേണ്ടതല്ല. യഥാർത്ഥത്തിൽ ബി.ജെ.പി അതിശക്തമായ നിലയിലാണ്. ഏതാണ്ട് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ലഭിക്കേണ്ട 145 സീറ്റുകളാണ് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം എന്ന് പറയുന്നത്. അതിനേക്കാൾ കേവലം 10-12 സീറ്റ് മാത്രമാണ് കുറവ്. അത് എങ്ങനെ വേണമെങ്കിലും റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. സഖ്യകക്ഷികളുടെ കാര്യമായ പിൻബലമില്ലാതെ തന്നെ ബി.ജെ.പിക്ക് ഭരണത്തിലേക്കുള്ള ഒരു വഴി തുറന്നപ്പോഴാണ് അതിശക്തമായ വിലപേശലുമായി ഷിൻഡെ രംഗത്ത് വരുന്നത്. എല്ലാവരും പൊതുവെ പ്രതീക്ഷിച്ചിരുന്നത് അജിത് പവാറിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു വിലപേശലുണ്ടാകാം. പ്രത്യേകിച്ച് ഒരു നാരോ മെജോറിറ്റിയാണ് മഹായുതി സഖ്യത്തിന് ലഭിക്കുന്നതെങ്കിൽ 10-30 സീറ്റുമായി അജിത് പവാർ കഠിനമായ വിലപേശൽ നടത്തും എന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ അജിത് പവാർ മഹായുതിയിൽ ഒരു കുഞ്ഞാടായി നിൽക്കുകയാണ്. ഇപ്പോൾ യാതൊരു പ്രശ്നവുമില്ല. ബി.ജെ.പിക്ക് പിന്നിൽ അതിശക്തമായി ഉറച്ചു നിൽക്കുന്നു. ഇവിടെ 80 സീറ്റിൽ മത്സരിച്ച് 57 സീറ്റിൽ വിജയിച്ച് സാമാന്യം മെച്ചപ്പെട്ട സ്ട്രൈക്ക് റേറ്റുള്ള ഏകനാഥ് ഷിൻഡെയുടെ ശിവസേനയാണ് ഇപ്പോൾ ഒരു മാറിയ സ്വരമുയർത്തുന്നത്. ഈ പറയുന്നതിൻ്റെ ലോജിക്ക് എന്ന് പറയുന്നത് ഈ ബി.ജെ.പിയുടെ മിടുക്കിലല്ല, മറിച്ച് ഈ ഷിൻഡെ എന്ന വ്യക്തിയുടെ ഒരു ജനകീയ പ്രതിച്ഛായ, ആ പ്രതിച്ഛായയാണ് മഹായുതിയെ ഭരണത്തിൽ വീണ്ടും എത്തിച്ചത് എന്ന ഒരു ലോജിക്. അതുകൊണ്ട് വിജയിച്ച് നിൽക്കുന്ന ആ ഫോർമുല, ആ മുഖ്യമന്ത്രിയെ മാറ്റി പ്രധാന കക്ഷിയായ ബി.ജെ.പിയുടെ നേതാവായ ഫഡ്നാവിസിനെ മുഖ്യമന്ത്രിയാക്കുന്നതിൻ്റെ അനൗചിത്യം വളരെ രഹസ്യമായി അകത്തളങ്ങളിൽ സംസാരിക്കുന്നു. പരസ്യമായിട്ടും ചില നേതാക്കൾ പറയുന്നുണ്ട്. ഉദാഹരണത്തിന് സഞ്ജയ് ഷിർസാദ് എന്നൊരു MLA, അദ്ദേഹം പറഞ്ഞ കാര്യം ഇത് ഏക്നാഥ് ഷിൻഡെയുടെ ഒരു മികവിലാണ് ഇത്രയും വലിയ ഭൂരിപക്ഷം മഹായുതിക്ക് കിട്ടിയത്. പിന്നെ അദ്ദേഹം പറയുകയുണ്ടായി, ഞായറാഴ്ച ഷിൻഡെ അദ്ദേഹത്തിന്റെ നാട്ടിലായിരുന്നുവല്ലോ അല്ലെ, ആ സമയത്ത് ചില നിർണായക തീരുമാനങ്ങൾ എടുക്കുന്ന സമയത്താണ് ഇങ്ങനെ നാട്ടിലേക്ക് പോകാറുള്ളത്. പിറ്റേ ദിവസം വലിയ എന്തോ ഒരു തീരുമാനം പ്രഖ്യാപിക്കാൻ പോവുകയാണ് എന്ന്. ഇങ്ങനെ ബി.ജെ.പിയെ സമ്മർദ്ദത്തിലാക്കുന്നതിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. അത് തന്നെയാണല്ലോ ഇപ്പോൾ കാരണമായിരിക്കുന്നത്. ഈ 10 ദിവസമായിട്ടും മുഖ്യമന്ത്രി ഉണ്ടാകുന്നില്ല എന്ന് പറയുമ്പോൾ അതൊരു മഹാമോശം കാര്യം കൂടിയാണ് അല്ലെ, ഇത്ര വലിയ ഭൂരിപക്ഷം കിട്ടിയിട്ടും. അത് തീരെ മോശമാണ്, തീർത്തും മോശമാണ്. അത് പ്രത്യേകിച്ച് ഒരു കേഡർ സ്വഭാവമുള്ള പാർട്ടികൾ, ശിവസേനയ്ക്കും ബി.ജെ.പിക്കും കേഡർ സ്വഭാവമുള്ള അച്ചടക്കമുള്ള പാർട്ടികൾ എന്ന നിലയിൽ ഒരു ഫോർമുലയിൽ എത്താൻ കഴിയുന്നില്ല എന്ന് പറയുന്നത് വളരെ നിർഭാഗ്യകരമാണ്. ഷിൻഡെയുടെ കാര്യത്തിൽ ഈ ഒരു നേതാവ് സാമാന്യം ഒരു ലെവലിന് മുകളിലായി കഴിഞ്ഞാൽ ഇവരൊക്കെ ചെയ്യുന്നൊരു പണിയാണ് 2 ദിവസത്തേക്ക് അങ്ങോട്ട് മുങ്ങുക. ഇത് കൊറിയൻ ഏകാധിപതി, വടക്കൻ കൊറിയയിലെ ഏകാധിപതി കിം ജോങ് ഉൻ നിർണായക തീരുമാനമെടുക്കുന്നതിന് മുൻപ് തൻ്റെ വെള്ളക്കുതിരപ്പുറത്ത് ഒരു പ്രത്യേക വിശുദ്ധ മലയിൽ പോയി ധ്യാനമൊക്കെ ഇരുന്നതിന് ശേഷമാണ് വരുന്നത്. ശ്രീ നരേന്ദ്രമോദി തന്നെ, നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ഇലക്ഷൻ കഴിയുന്നതിന് തൊട്ട് മുൻപ് ഏകാന്ത ധ്യാനത്തിലായിരുന്നു. ഒരിക്കൽ ഹരിദ്വാറിലും പിന്നീട് കന്യാകുമാരിയിലും ധ്യാനത്തിലിരുന്നു. അത്രയൊന്നും വന്നില്ലെങ്കിലും ഷിൻഡെയും തൻ്റെ റോള് ഗംഭീരമാക്കി തൻ്റെ സ്വദേശത്തേക്ക് പോയി 2 ദിവസം. അദ്ദേഹത്തിന് ഒരു എക്സ്ക്യൂസ് കൂടിയുണ്ട്. അദ്ദേഹത്തിന് തൊണ്ടവേദനയാണ്, പനിയാണ്. ആ എക്സ്ക്യൂസ് എല്ലാം പറഞ്ഞ് അദ്ദേഹം ധ്യാനനിരതനായി കുറച്ചുകൂടെ ഉത്സാഹവാനായി തിരിച്ച് ബൊംബെയിൽ എത്തിയിട്ടുണ്ട്. തിങ്കളാഴ്ചയെങ്കിലും ഒരു തീരുമാനമാകുമെന്ന പ്രതീക്ഷ അസ്ഥാനത്തായി. ഇപ്പോൾ മറ്റന്നാൾ സത്യപ്രതിജ്ഞ വെച്ചിരിക്കുന്നു എന്ന് പറയുന്നത് ഷിൻഡെ പൂർണ്ണമായി അത് ഉൾക്കൊണ്ടിട്ടില്ല. അങ്ങനെ വരുമ്പോൾ ഒരു ബി.ജെ.പി മുഖ്യമന്ത്രിക്കല്ലാതെ മറ്റൊരു മുഖ്യമന്ത്രിക്കുള്ള സാധ്യതയില്ല. അത് നിലവിലിരിക്കെ തന്നെ യഥാർത്ഥത്തിൽ ഷിൻഡെയ്ക്ക് വേണ്ടത് ആഭ്യന്തരത്തിൻ്റെ ചുമതല ഉള്ള ഒരാളെയാണ്. അതാണ് ഒന്നാമത്തെ ആഗ്രഹം. 2 സ്പീക്കർ സ്ഥാനം ആഗ്രഹിക്കുന്നു. അതൊരു പക്ഷേ ലഭിക്കില്ലായിരിക്കാം, ബി.ജെ.പി തന്നെ എടുക്കാൻ സാധ്യതയുണ്ട്. അതിനേക്കാൾ പ്രധാനമാണ് സ്വന്തം മകനെ, ഇപ്പോൾ പാർലമെൻറ്റ് അംഗമായ, ലോക്സഭാ അംഗമായ സ്വന്തം മകനെ സംസ്ഥാനത്തെ കൊണ്ടുവന്ന് താൻ ഒഴിയുന്ന ഉപമുഖ്യമന്ത്രി പദത്തിൽ, മുഖ്യമന്ത്രി പദം കിട്ടില്ല, ഉപമുഖ്യമന്ത്രി പദത്തിൽ ഒരു തലമുറ മാറ്റം കൊണ്ടുവന്ന് ഭാവി തലമുറയുടെ കാര്യം പോലും സേഫാക്കി എടുക്കാനുള്ള ഒരു തന്ത്രം. ഇത് ഷിൻഡെയുടെ ഒരു തന്ത്രം മാത്രമാണോ, അതോ ഇതിന് പിന്നിൽ എന്തെങ്കിലും സ്ഥാപിത ശക്തികളുടെ പ്രയത്നമുണ്ടോ എന്നതുകൂടി സംശയിക്കേണ്ടതുണ്ട്. വ്യവസായ ലോബിയോ എന്തെങ്കിലും കാര്യം, ഷിൻഡെയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യം, അല്ല എങ്കിൽ ഷിൻഡെ ഭയക്കുന്ന ചില അഴിമതി ആരോപണങ്ങളോ മറ്റെന്തെങ്കിലും കാര്യം, ഇതുവരെ പുറത്തു വന്നിട്ടില്ലാത്ത എന്തെങ്കിലും കാര്യമുണ്ടാകാം. അതുകൊണ്ട് വെറും ഒരു വിലപേശലിനുള്ള നമ്പേഴ്സ് ഇപ്പോൾ ഇല്ല. ബി.ജെ.പിക്ക് ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷം അല്ലെ തന്നെ ഈ ശരത് പവാറിന്റെ അനന്തരവൻ അജിത് പവാറിന്റെ കക്ഷിയുമായി ചേർന്നുകൊണ്ട് ഭരിക്കാമല്ലോ. ഷിൻഡെ പ്രതിപക്ഷത്ത് പോയാൽ പോലും കാര്യമായ ദോഷം വരാനില്ല.
പക്ഷേ ഇത് ചെയ്യുന്നതിന് പിന്നിൽ നമുക്കിപ്പോൾ ഗ്രാഹ്യമാകാത്ത എന്തോ അദൃശ്യമായ കാര്യമുണ്ട്. കേവലം ഒരു വിലപേശൽ എന്ന നിലയിലേക്ക് ഈ 10 ദിവസത്തെ നാടകം ഒരിക്കലും അവസാനിക്കേണ്ടതല്ല എന്ന് എനിക്ക് തോന്നുകയാണ്. ശരി, ശ്രീ ടി പി ജയചന്ദ്രൻ, എന്തായാലും ബി ജെ പിക്ക്